ഹലോ, നമുക്കിന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കാവേ. കൊച്ചിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഗവൺമെൻറ് തരുന്ന 4 കിലോ അരിയില്ലേ, ആ അരി കൊണ്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുന്നത്. ശരിയാവുമോ എന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ എടുത്തേക്കുന്നത് ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഒരു സബോള, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. കാബേജും കൂടി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, പക്ഷെ നമ്മുടെ ഈ കാബേജ് ഇല്ല. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരി കഴുകി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അരി ഇടുന്നതിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അരി ഇടാം. അത്ര കിട്ടാവുള്ളൂ. അരി നമ്മൾ കഴുകിയത് വെള്ളത്തിലോട്ട് ഇടുവാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്നാലും നമ്മുടെ ഒരു പരീക്ഷണമാണ്, നോക്കാൻ ചെയ്തത്. ഇനി വേണ്ടല്ലേ, ക്യാരറ്റ് നമ്മൾ അരിഞ്ഞെടുക്കുവാണ്. ചെറുതായിട്ട് വേണം അരിയാൻ. ബീൻസും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് 3-4 ഏലക്കായും കൂടി ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് നമ്മളൊരു പകുതി വേവായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് മൂത്തപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇതിനകത്തേക്ക് നമ്മൾ സബോളയും കൂടി ഇട്ട് കൊടുക്കും. സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മൾ സബോള ഇട്ടത് ഏകദേശം മൂക്കാറായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് റേഷനരി അല്ലേ, റേഷനരി അല്ല, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ട അരിയാണ്. അത് നമ്മളിതിന് മുമ്പേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ചോറായിട്ട് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് സക്സസ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് കുറച്ച് ഇതിനകത്തേക്ക് ഇടുവാണേ. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായി ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുക. നമ്മളിനി റൈസ് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാൻ പോകട്ടോ. നമ്മളിതിനകത്ത് കുറച്ച് പൊടിച്ച കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അല്ലെങ്കിൽ ഒരുപാട് ഫ്ലേവർ കൂടിപ്പോവും, എരിവ് കൂടുതലാവും. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേരാനുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതും ചേർത്തു. ഒന്നുകൂടെ ഒന്ന് പയ്യെ ഇളക്കി. ഈ ചോറ് അധികം കുഴഞ്ഞു പോകാതെ നോക്കി നിന്ന് നമ്മൾ വാങ്ങിയെടുക്കണം. അപ്പം നമുക്കിതുപോലത്തെ സ്ട്രക്ചറിൽ കിട്ടും. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പരുവത്തിൽ കിട്ടത്തില്ല. ഇത് പകുതി വേവേ ആയിട്ടുള്ളൂ ഈ അരി. നല്ലതാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി തിന്നാൻ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പം ശരി, ബൈ.